ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഗ്രീൻ ആരോസ് ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു മാർക്കറ്റ് അനാലിസിസ് സെഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഹിൻഡൻബർഗ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു അലിഗേഷൻ അനുസരിച്ച് സെബിയുടെ വൈസ് ചെയർമാനെതിരെ നല്ലൊരു അലിഗേഷൻ ഉണ്ടായിരുന്നു അല്ലേ? അതായത് 10-ാം തീയതിയാണ് അനൗൺസ് ചെയ്തത്. ഒരു മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ അവരെന്ത് ചെയ്തത്, ഒരു അലിഗേഷൻ കൊണ്ടുവന്നത് സെബിയുടെ വൈസ് ചെയർമാന് അദാനിയുമായി എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട് എന്നുള്ള ലെവലിൽ അത് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് എടുക്കുമെന്നുള്ള ലെവലിൽ ഒരുപാട് റീറ്റെയിലേഴ്സിന്റെ സംസാരം ഉണ്ടായിരുന്നു. സത്യത്തിൽ മാർക്കറ്റ് ഒരു പ്രാവശ്യം ഒരു കാരണം കൊണ്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യത്തില്ല, സാധാരണ വരാറില്ല. റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂടുതലായതുകൊണ്ടായിരുന്നതിന് നമുക്കൊരു പേടിയുണ്ട്. കാരണം റീറ്റെയിലേഴ്സ് നെഗറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴെ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത്. കഴിഞ്ഞ മാസം നമ്മുടെ SIP എന്ന് പറയുന്നത് ഏകദേശം 23,000 കോടിക്ക് മുകളിലാണ്. കഴിഞ്ഞ ഒരു മാസത്തെ കാര്യം മാത്രമാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ മാർക്കറ്റ് ക്യാപ്പ് എത്ര ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മാസം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എത്ര വരുന്നുണ്ട്, റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ എത്ര വരുന്നുണ്ടെന്ന് ആലോചിച്ചാൽ കിട്ടുന്നുണ്ടാവും. SIP മാത്രമാണ് പറഞ്ഞത്. മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, മറ്റുള്ള ഫണ്ടുകൾ വരുന്നുണ്ട്, ബാക്കിയുള്ള എല്ലാം കൂടെ കൂടുമ്പോൾ നമ്മുടെ മാർക്കറ്റിന്റെ ഏകദേശം ഒരു വലിപ്പം നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടുന്നുണ്ടാവും. ഇത്തരത്തിലുള്ള ഒരു മാർക്കറ്റിന് അത്ര പെട്ടെന്നൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, തകർക്കാൻ കഴിയില്ല എന്നതാണ്. ഇങ്ങനെ മാർക്കറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു അലിഗേഷൻ കൊണ്ടുവന്നു. ചിലപ്പം അതൊരു മാർക്കറ്റ് ടൈമിലാണ് വന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു പാനിക് സെല്ലിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം അല്ലെങ്കിൽ 9 മണിക്ക് ശേഷമാണ് ഇങ്ങനെ ന്യൂസ് വന്നത് എന്ന് നടക്കൂല. അങ്ങനെയാണെങ്കിൽ പാനിക് സെല്ലിങ്ങിനുള്ള സിനാരി വളരെ കൂടുതലാണ്. എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. മാർക്കറ്റ് എന്ത് ചെയ്തു, 0.5% താഴത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നല്ലൊരു റിക്കവറി തന്ന് മാർക്കറ്റ് പോസിറ്റീവ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇതിൽ മിഡ് ക്യാപ്പ് ആയിരുന്നു ഏറ്റവും താഴെ നിന്നുണ്ടായിരുന്നത്. മിഡ് ക്യാപ്പ് എന്ത് ചെയ്തു, ഏറ്റവും സ്ട്രോങ് ആയിട്ട് തിരിച്ചു കയറിയതാണ്. മിഡ് ക്യാപ്പ് ഒരു സമയത്ത് 12,450 460 വരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഏറ്റവും കൂടുതലായിട്ട് തിരിച്ചു കയറിയത് മിഡ് ക്യാപ്പ് തന്നെയാണ്. ഇന്ന് മിഡ് ക്യാപ്പിന്റെ എക്സ്പയറി കൂടെ ആയിരുന്നു അല്ലെ? അപ്പൊ നിഫ്റ്റിയില് നാളെ നമുക്ക് മൂവ്മെന്റ് എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് നോക്കേണ്ടത്. നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഒരു പോസിറ്റീവ് ക്ലോസിംഗ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു ഡോജി ക്യാൻഡിൽ, ലോങ് ലെവലിൽ ഡോജി ക്യാൻഡിലായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് മാർക്കറ്റ് ഒരേ റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നതാണ്. ഒരേ റേഞ്ചിലാണ് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ട്രേഡ് ചെയ്യുന്നത്. പിന്നെ അപ്പം ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗണോ തന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കൊരു ട്രെൻഡിങ് മാർക്കറ്റ് കിട്ടുള്ളൂ എന്നുള്ളതാണ്. ട്രെൻഡിങ് മാർക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇന്നത്തെ ഹൈ കൂടെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് കയറി പോകണം. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ലോവർ ലോ ബ്രേക്ക് ചെയ്ത് പോകാതെ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സൈഡ് വൈസ് ആണെങ്കിൽ പോലും മാർക്കറ്റ് സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ചെയ്യാം, ഇന്നത്തെ ഹൈ ആയിട്ടുള്ള 24,473 ബ്രേക്ക് ചെയ്താൽ മാത്രം ചെയ്താൽ മതി. നമ്മൾ പുതിയ ട്രേഡുകൾ പ്ലാൻ ചെയ്താൽ മതി. കോൾ സൈഡിലേക്ക് പ്രത്യേകിച്ചും നാളെ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ പോലും നമ്മുടെ വ്യൂ പോസിറ്റീവ് ആണ്. ചെറിയ ഗ്യാപ്പ് അപ്പ് ആണെങ്കിലും പോസിറ്റീവ് ആണ്. ഫ്ലാറ്റ് ആയിട്ടാണെങ്കിൽ മാത്രം എന്ത് ചെയ്തു, നാളെ ഇതിനകത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. 24,200-നും 24,472-നും ഇടയ്ക്കുള്ള ഏരിയയിൽ നമ്മൾ ട്രേഡുകളൊന്നും നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്യുന്നില്ല. ആകെ പ്ലാൻ ചെയ്യുന്ന ട്രേഡ് എന്ന് പറയുന്നത് 24,480-ന് മുകളിൽ വന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഇന്നൊരു ട്രേഡ് നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് സ്റ്റുഡൻസിനെ കൂടെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ പ്ലാൻ ചെയ്തത്. നമ്മൾ പിന്നെ ആകെ പ്ലാൻ ചെയ്ത ഒരു ട്രേഡ് എന്ന് പറയുന്നത് ഈ ഹൈ ബ്രേക്ക് ചെയ്ത സമയത്ത് 22,963 എന്നുള്ള ഈ ലെവൽ ബ്രേക്ക് ചെയ്ത സമയത്ത് ഇവിടെ നിന്നാണ് പ്ലാൻ ചെയ്തത്. ഇതിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് നല്ലൊരു റിട്ടേൺ 1:3 മുകളിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല റിട്ടേൺ കിട്ടി എന്നുള്ളതാണ്. ഇതായിരുന്നു നമ്മളെ എൻട്രി പോയിന്റ്. നമ്മൾ ടാർഗറ്റ് ചെയ്ത ഏരിയ എന്ന് പറയുന്നത് ഇതായിരുന്നു, 23,080 എന്നുള്ള ലെവലായിരുന്നു. നമുക്ക് ഇതിന് മുകളിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്ത് ഏകദേശം 4.5 അല്ലെങ്കിൽ 5% അടുത്ത് 1:5 എന്നുള്ള ലെവലിൽ റിട്ടേൺ കിട്ടുന്ന രീതിയിലാണ് മാർക്കറ്റ് പോയത് എന്നുള്ളതാണ്. അപ്പോൾ നിഫ്റ്റി ആണെങ്കിലും ഇന്ന് നല്ലൊരു മൂവ്മെന്റ് താഴത്തേക്കുള്ള ഒരു സെൽ ഓഫ് ക്യാൻഡിൽസ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. എന്താണ്, ആദ്യം റെഡ് ക്യാൻഡിൽ തന്നു, ഫസ്റ്റ് പുൾ ബാക്ക് ആയിരുന്നു. പുൾ ബാക്കിന് ശേഷം എന്ത് ചെയ്തു, മാർക്കറ്റ് സെൽ ഓഫ് തന്നു. ആ സെൽ ഓഫിന് ശേഷം മാർക്കറ്റ് ഷാർപ്പ് റിക്കവറി എന്ന് പറയുന്ന രീതിയിൽ 10 മണിക്ക് ശേഷം ഷാർപ്പ് റിക്കവറി എന്നുള്ള ലെവലിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. അതിനുശേഷം എന്ത് ചെയ്തു, മാർക്കറ്റ് ഒരു റിവേഴ്സൽ പാറ്റേൺ കാണിച്ച് ക്ലോസിംഗ് എന്ത് ചെയ്തു,
ഒരു ചെറിയ നെഗറ്റീവ് ആയിട്ട് വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊരു നെഗറ്റീവ് ക്ലോസിംഗ് ആയിട്ട് പരിഗണിക്കേണ്ട ആവശ്യമില്ല. കാരണം മാർക്കറ്റിൽ നാളെ ഈ ഹൈയുടെ മേലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും പുതിയ വിവരങ്ങളിലേക്ക് പിന്നിട്ടി പോകുമെന്ന് തന്നെ വിചാരിക്കാൻ പറ്റും. അതിന് കാരണം നമുക്ക് നാളെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ട്രേഡ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിലും ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിലും നമ്മൾ ഒഴിവാക്കുകയാണെന്നുള്ളതാണ്. ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ മാത്രം, നാളെ ഓപ്പൺ ചെയ്ത് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, കോൾ സൈഡിലേക്കുള്ള എൻട്രികൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. നെഗറ്റീവ് സൈഡിൽ പുട്ട് സൈഡിലേക്കുള്ള ട്രേഡുകൾ നാളെ ഒഴിവാക്കുക എന്നുള്ളതാണ്. പുട്ട് സൈഡിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. കോൾ സൈഡിലേക്ക് ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് 23,156 മുകളിൽ മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതിന് മുകളിൽ വന്നാൽ മാത്രം കോൾ സൈഡിലേക്കുള്ള ട്രേഡ് മാത്രമേ പ്ലാൻ ചെയ്യുന്നുള്ളൂ. താഴത്തേക്ക് ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. ഫ്ലാറ്റ് ഓപ്പണിങ്ങും നെഗറ്റീവ് ഓപ്പണിങ്ങും നാളെ നമുക്ക് ട്രേഡ് ഇല്ല എന്നുള്ളതിന് സൂചിപ്പിക്കുകയാണ്. അതേപോലെ നിഫ്റ്റി ബാങ്കിലാണെങ്കിൽ നമുക്ക് ഇതേ രീതി തന്നെയാണ് നാളെ നിഫ്റ്റി ബാങ്കിൽ ഫോളോ ചെയ്യാനുള്ളത്. 50,836 മുകളിൽ വന്നാൽ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളൂ. താഴത്തേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നെങ്കിൽ താഴത്തേക്ക് ഒരു ട്രേഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ 50,400 താഴെ മാർക്കറ്റ് വരണം എന്നുള്ളതാണ്. 50,400 താഴെ മാർക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ചെറിയൊരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. 50,258, 50,100 എന്നുള്ള ലെവലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, 50,147 എന്നുള്ള ലെവലുകൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ നാളേക്ക് വെച്ച ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂസുകളുടെ പുറകെ കൂടുതലായിട്ട് പോകണ്ട എന്നുള്ളതാണ്. ഏറ്റവും കൂടുതലായിട്ട് ന്യൂസ് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ന്യൂസ് ആരെ ബാധിക്കും, എപ്പോഴൊക്കെ ബാധിക്കും, എന്തിനെ എങ്ങനെ ബാധിക്കുന്നതാണ്. നമ്മുടെ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാർക്കറ്റാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തുണ്ട്, 2030 കൂടി ലോകത്തിലെ നമ്പർ 1 സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് പറയുന്ന മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു പോസിറ്റീവ് മൂവ്മെന്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഓരോ ഡിപ്പും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണുക. ഇത് അതേപോലെ നല്ല നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ തവണത്തെ പോലെ ഈ തവണത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.